നമ്മൾ മനുഷ്യർ നോക്കുന്ന ഇതൊക്കെയാ, പക്ഷേ ദൈവമാണ് ആരാധനയെ നോക്കുന്നത്. Will our worship stand the scrutiny of God? ദൈവത്തിന്റെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് മുമ്പിൽ നമ്മുടെ ആരാധന നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇരുപത്തിനാലാം വാക്യം, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഈ 21 മുതൽ 21, 22, 23 വാക്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു, ഐ ഹേറ്റ് ഇറ്റ്, എനിക്കത് വെറുപ്പാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഡോണ്ട് ബ്രിങ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറയും. എന്നാൽ ഇതാണ് സംഭവിക്കേണ്ടത്, നീതി വെള്ളം പോലെയും ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞ് ഒഴുകണം. നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട പാഠം ഇതാണ്, God hates worship where justice and righteousness is lacking. നീതിയും ന്യായവും ഇല്ലാത്ത സ്ഥലത്തുള്ള ആരാധനയെ ദൈവം വെറുക്കുന്നു. നീതി ന്യായം. ഇവിടെയുള്ള ജനം എന്തു പറയും? വാതിക്കൽ നിൽക്കുന്ന പ്രവാചകനോട് പറയും, ആമോസ്, യഹൂദയിൽ നിന്നല്ലേ പാസ്റ്റർ വന്നേ, കേറി ഒന്ന് നോക്കിക്കേ, ഞങ്ങളുടെ ആരാധന തടിച്ച മൃഗം. അതിന് മുമ്പുള്ള ഭാഗമാണ് പറയുന്നത്. ഉത്സവങ്ങൾ, നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ഉത്സവമാ? ഞങ്ങൾക്ക് വേറെ ഉത്സവമുണ്ട്, നിങ്ങൾക്ക് വേറെ ഉത്സവം. ഉത്സവങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. പിന്നെ പാട്ടിന്റെ സ്വരം, ഞങ്ങളുടെ വീണയുടെ സ്വരം, നോക്ക് ഞങ്ങളുടെ ആരാധന, നോക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ ആരാധന. അതാണ് ജനം കാണുന്നത്. പക്ഷെ ദൈവം അതിനെ നോക്കിയിട്ട് പറയാ, ഐ ഹേറ്റ് ഇറ്റ്. ദൈവം ചോദിക്കുന്നത് തടിച്ച മൃഗമല്ല, നീതിയും ന്യായവും ഉണ്ടോ? അന്യോന്യമുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഇത് പറയുന്നത് ഇന്റർപേഴ്സണൽ റിലേഷനോടുള്ള ബന്ധത്തിലാ. ആ സമൂഹത്തിൽ ദരിദ്രരെ അവഗണിച്ച് ചവിട്ടി തേച്ചവർ സഭായോഗത്തിൽ മുമ്പിലുണ്ട്. ഇതേ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. വാതിക്കൽ നീതി അട്ടിമറിച്ചവൻ ടൈത്തുമായിട്ട് നിൽക്കുക ആലയത്തിൽ. ദൈവം പറയാ, ഐ ഹേറ്റ് ഇറ്റ്. എന്തോ നമ്മൾ ഇവിടെ പഠിക്കണ്ടേ? നമ്മൾ ഒരു സഭായോഗത്തിൽ പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കുന്നേ? ആ സൗണ്ട് കൊള്ളാം കേട്ടോ, ഇവിടുത്തെ നല്ല സൗണ്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു സഭായോഗത്തിൽ പങ്കെടുക്കാനിടയായി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ അവിടെ പോയി പുതിയൊരു ചർച്ച നമ്മളെല്ലാം ഒബ്സർവ് ചെയ്യല്ലോ. ഞാനെല്ലാം ഒന്ന് നോക്കി. വന്നപ്പോൾ തന്നെ പിന്നെ ആൽബിയെ കണ്ടപ്പോൾ ഞാൻ സഹോദരനോട് പറഞ്ഞു, സഹോദര, അവിടുത്തെ ഹോള് കൊള്ളാം. എന്താ കാരണം? എല്ലാം എയർ കണ്ടീഷൻഡ്, മൊത്തത്തിൽ എയർ കണ്ടീഷൻ. നമുക്കും അങ്ങനെ ഒന്ന്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നോക്കിയപ്പോൾ പ്രൊജക്ടർ, പാട്ട് പാടുന്നതനുസരിച്ച് പാട്ട്. അങ്ങനെ പ്രൊജക്ടർ മാത്രമല്ല, വേറൊരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നപ്പോഴാണ് കണ്ടേ. സംസാരിക്കാൻ ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ, ഇവിടെ നിന്നൊരു TV ഉണ്ട്, ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു ഫ്രെയിം അടിച്ച് ഇവിടെ ആയിട്ട് കാണാം. ഞാൻ പറയുന്ന വാക്യങ്ങൾ എനിക്ക് അവിടെ, ഇപ്പൊ ഞാൻ ഇത് നോക്കണ്ട, സഹോദരി വായിക്കുകയും ചെയ്യണ്ട, എനിക്ക് വൃത്തിക്ക് ഇവിടെ കാണാം. ഇതേ നോക്കി ആൾക്കാരെ നോക്കുന്ന പോലെ സ്ക്രീനിൽ നോക്കി എനിക്ക് പറയാം. പിന്നെ അത് മാത്രമല്ല, കൊയർ, ഞെട്ടിപ്പിക്കുന്ന കൊയർ. എന്താ അറിയാം? ഡ്രം ഉണ്ട്, വയലിൻ ഉണ്ട്, കീബോർഡ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ നിന്ന് ആ കൊയർ ലീഡ് ചെയ്യുന്നത്. അമേസിങ് ആയിട്ടുള്ളൊരു ആരാധന. ഇതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയൊക്കെ, നമ്മൾ മനുഷ്യർ നോക്കുന്ന ഇതൊക്കെയാ, പക്ഷേ ദൈവമാണ് ആരാധനയെ നോക്കുന്നത്. Will our worship stand the scrutiny of God? ദൈവത്തിന്റെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് മുമ്പിൽ നമ്മുടെ ആരാധന നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ട്രെൻഡ് അതാ. ഒരു ക്യാമ്പ് നടത്താൻ ബെസ്റ്റ് സിംഗറിനെ നമുക്ക് വിളിക്കണം, ഇന്ന ആളെ നമുക്ക് ഇറക്കണം. ബിക്കോസ് വി വോണ്ട് എന്തോ ആൾക്കാർ കാണുമ്പോ ഇന്നാരും ഒക്കെ ഉണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവം നോക്കിയാൽ എങ്ങനെ ഇരിക്കും?
ഹൗ ഈസ് ആർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്? സഭയിൽ കൂടുന്ന അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു? റിച്ച് പുവർ ഡിവൈഡ് ഉണ്ടോ? സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവന് തമ്മിലുള്ള ഒരു വിഭജനമുണ്ടോ? അല്ല. നമ്മുടെ ഇതിന് പറഞ്ഞാൽ ഈ പുതിയതും പഴയതും തമ്മിലൊരു വിഭജനമുണ്ടോ? പുതിയതായിട്ട് വന്നവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പും ഞങ്ങൾ പണ്ടേ ഉള്ളവരെല്ലാം കൂടെ പണ്ടേ ഉള്ളവർ ഒരു ഗ്രൂപ്പാണോ? ഈസ് ദെയർ എ ഡിവൈഡ്? അതോ നമ്മൾ എല്ലാവരെയും ഒരേപോലെ വാല്യൂ ചെയ്യുന്നുണ്ടോ? ഡു യു വാല്യൂ എവ്രിവൺ ഈക്വലി? നീതി, ന്യായം വറ്റാത്ത തോടുപോലെ ദൈവസഭയിൽ ഒഴുകുമ്പോഴാണ് ഇവിടെ നടക്കുന്ന ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഇഫ് വർഷിപ്പ് ഈസ് ട്രൂ, ആരാധന സത്യമാണെങ്കിൽ, നമ്മൾ നടത്തുന്നത് യഥാർത്ഥ ആരാധനയാണെങ്കിൽ, നീതിയും ന്യായവും ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്നൊഴുകണം. ഈ കയ്യടിയും ഞാനീ നടത്തുന്ന പ്രസംഗവും ഇവിടെ നടക്കുന്ന പാട്ടും ഈ ഉപവാസവും, ഇഫ് ഇറ്റ് ഈസ് റിയൽ, justice and righteousness should flow through the life of the worshipper. ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകണം. നമ്മളോട് തന്നെ ചോദിച്ചേ, ഇന്നിപ്പോ ഉപവാസ പ്രാർത്ഥനയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയെ ദൈവം നോക്കുമ്പോ എന്ത് പറയും? പാസ്റ്റർ നോക്കുമ്പോ പാസ്റ്റർ പറയും, ടോംസ് എല്ലാ മീറ്റിങ്ങിനും തിരുവല്ലയിൽ നിന്ന് വന്നു. ഓ, അതാണോ? അതൊക്കെ മേ ബി പാസ്റ്റർ ഇംപ്രസ് ആവുമായിരിക്കും. ഐ ക്യാൻ കം എവറി ഡേ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ദൈവം നോക്കുമ്പോഴോ? ദൈവം നോക്കുമ്പോഴെന്താ? വിൽ ഐ സ്റ്റാൻഡ് ഹിസ് സ്ക്രൂട്ടനി? ഈസ് എ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. പ്രവാചകൻ പറഞ്ഞു, നീതി ന്യായമൊന്നും കാണുന്നില്ലല്ലോ. യാഗമുണ്ട്, ടൈത്തുണ്ട്, യാഗങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, സഭായോഗങ്ങളുണ്ട്. ഇത് ഒഴുകട്ടെ ആദ്യമേ, അല്ലാതുള്ള ആരാധന വേണ്ട.